കാലാകാലങ്ങളില് യാക്കോബായ സഭയിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ സെയിന്റ് പോൾസ് പ്രയർ മീറ്റിംഗ് വളരെ ശക്തമായിരുന്നു. ഇതുപോലെ തന്നെ ഉണർവ് യോഗങ്ങൾ മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിലൊക്കെ നടന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അതൊക്കെ ഒരു 35 വർഷം മുമ്പായിരുന്നു. അന്ന് ഇതിനേക്കാൾ വലിയ ജനാവലിയെ ആകർഷിച്ചിരുന്നതാണ്. അന്ന് ആ മീറ്റിങ്ങുകൾക്കൊക്കെ നേതൃത്വം കൊടുത്തിരുന്നത് ഫാദർ പൗലൂസ് കുന്നുമേൽ, ഫാദർ സാജു, അങ്ങനെയൊക്കെ ചില ആളുകളായിരുന്നു. സഭയ്ക്കകത്ത് തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ. വളരെ ആവേശത്തോടെ വടക്കൻ പ്രദേശത്തുള്ള യാക്കോബായക്കാരൊക്കെ അതിൽ പങ്കെടുക്കുമായിരുന്നു. പിന്നീട് ഫാദർ പൗലൂസ് കുന്നുമേലടക്കം 6 അച്ഛന്മാര് സ്വതന്ത്രമായ ഒരു സഭ രൂപീകരിച്ച് മാറുകയാണ് ഉണ്ടായത്. ആ കാലഘട്ടത്തിൽ ഏകദേശം 15,000-ഓളം യാക്കോബായക്കാർ അവരുടെ കൂടെ പോയി. അവർ മലങ്കര ക്രിസ്ത്യൻ ചർച്ച് എന്ന പേരിൽ ഒരു സ്വതന്ത്ര പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിൽ 78 സ്ഥലങ്ങളിൽ അവർക്ക് കൂടിവരകൾ ഉണ്ടായിരുന്നു. പിന്നീട് അവരുടെ ഇടയിലും പലവിധ കശവിശകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായി. ഈ കഴിഞ്ഞ വർഷം പൗലൂസ് കുന്നുമേലച്ചൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇന്ന് ആ കൂട്ടായ്മയുടെ സ്ഥിതി വളരെ ശോചനീയമാണ്. കേവലം 3000-ൽ താഴെ അംഗങ്ങൾ മാത്രമേ അതിൽ അവശേഷിക്കുന്നുള്ളൂ. അപ്പൊ അത്തരമൊരു പ്രവർത്തനത്തിലൂടെ പരിശുദ്ധ സഭയിൽ നിന്ന് ഏകദേശം 15,000-ഓളം പേരെ അടർത്തിക്കൊണ്ടു പോകുവാൻ അത്ര സ്വാധീനം പൗലൂസച്ചനുണ്ടായിരുന്നു. എനിക്ക് സഭയെ സംബന്ധിച്ച് ഈ തിരിച്ചറിവൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ ആദ്യം ചിന്തിച്ചത് ബഹുമാനപ്പെട്ട പൗലൂസച്ചനെ പറ്റിയാണ്. അച്ഛനെ ഒന്ന് പോയി കാണണം, അച്ഛനോട് ഈ കാര്യം. കാരണം അച്ഛൻ വളരെ സത്യസന്ധനായ, ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ദ്രവ്യാഗ്രഹമില്ലാത്ത, വളരെ സത്യസന്ധനായ, വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ വളരെ ശക്തമായി വിശ്വസിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ നിമിത്തമാണ് യാക്കോബായ സഭയിൽ നിന്ന് പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ പോയി നേരിട്ട് കണ്ടാൽ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന് ഡിമെൻഷ്യ ബാധിച്ചു, അദ്ദേഹത്തിന്റെ മറവി രോഗമാണ്, കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനോ കോർഡിനേറ്റ് ചെയ്യാനോ പറ്റാത്ത അവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലായി. അതേ തുടർന്നാണ് ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞ്. അല്ലെങ്കിൽ അദ്ദേഹം നല്ല ഗുഡ് സെൻസിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം സഭയിലേക്ക് മടങ്ങി വരുമെന്ന്. കാരണം അദ്ദേഹം സത്യത്തെ അന്വേഷിക്കുന്ന മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും പ്രിയപ്പെട്ടവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, കാരണം കൊണ്ടുപോയതിൽ 15,000 അന്ന് കൊണ്ടുപോയി 35 വർഷത്തിന് ശേഷം 3,000-ആയി ചുരുങ്ങിയെങ്കിൽ എത്ര വലിയൊരു ദ്രോഹമാണ് സഭയ്ക്ക് ചെയ്തത്. ഇപ്പൊ ഇവിടെ മറ്റൊരു പ്രവണതയാണ് കാണുന്നത്. ഈ കുറുപ്പുംപടി പള്ളിയില് കൈ ഉയർത്തി നിൽക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷവുമായിട്ട് ഈ നയിക്കുന്ന അച്ഛൻ സ്വതന്ത്ര പ്രവർത്തനമോ പെന്തക്കോസോ ഒക്കെ ആയി മാറുമെന്ന് ഞാൻ പറഞ്ഞാൽ, പൗലൂസ് കുന്നുമേലച്ചനൊക്കെ മേള ഓഡിറ്റോറിയത്തിൽ യോഗം നടത്തുമ്പോൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അവിടെ വന്നിരിക്കുന്ന അമ്മച്ചിമാര് ലേഡീസ് കൂടെ കൊണ്ടും അപ്പച്ചന്മാര് കാലം കൂടെ കൊണ്ടും നമ്മളെ കുത്തുമായിരുന്നു. അതൊക്കെ തന്നെ ഇപ്പോഴും.